छोटा साथी भाई समझदार खाना को यार पार्टी करने पर से अगर इतना आको आज तेरे दिन बाद दारू ना क्या को बंदे खाना चाहिए उधर ना यार क्या करने पहले നടക്കോ ഹലോ എടാ നന്ദു നീ ഇതെപ്പെടുത്തി ഞാൻ സാധനം വാങ്ങി വരാണ് ഇപ്പൊ എത്തും എന്റെ പൊന്ന് നന്ദു എത്ര നേരായത് ഒന്ന് വരാ നോക്ക് അലയൊന്ന് ക്ഷമിക്കളിയാ ഇപ്പൊ എത്തും ഞാൻ ആ ശരി എന്നാ ഓക്കെ സുനി നീ ഗ്ലാസും വെള്ളം റെഡിയാക്കി വെച്ചോ നന്ദു ഇപ്പൊ എത്തും അതര സെറ്റാണ് അളിയാ സെറ്റാക്കിയ വാ പൊന്നിനന്ദു അടിക്കാനൊക്കെ കൊള്ളാം ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അടിച്ചാ മതി മനസ്സിലായോ ശരി രാജാവേ നിന്റെ ഏറ്റിലെനിക്ക് പേടി ഈ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ കിട്ടുക പൊന്നറിയ അതൊക്കെ പണ്ടല്ലേ പണ്ടത്തെ കാര്യം ഇപ്പൊ എടുത്തിരുന്ന എന്തിനാണ് നല്ലൊരു ദിവസമായിട്ട് വെറുതെ മൂടാനല്ലേ കാറ്റു പറഞ്ഞതും കടല് പറഞ്ഞതും കാലം പറഞ്ഞതും കാറ്റ് പറഞ്ഞതും കടല് പറഞ്ഞതും കാലം പറഞ്ഞതും കൊള്ളാനേ കാറ്റ് പറഞ്ഞതും കടല് പറഞ്ഞതും കാലം പറഞ്ഞതും ഉള്ളാടേ കാറ്റ് പറഞ്ഞതും കടല് പറഞ്ഞതും കാലം പറഞ്ഞതും കൊള്ളാനേ കടല് പറഞ്ഞ ആരാന്ന് കാലം പറഞ്ഞതും നോക്ക് മര്യാദക്കിരിക്കണം ആരാണ്ട് ഈ സമയത്ത് നോക്കണം എന്ത് ഇത് ബഷീറിന്റെ വീടല്ലേ വലിയത്ത് അതെ എൻ്റെ പേര് കരീം വെളിച്ചം അഗതി മന്ദിരത്തിൽ നിന്ന് വരെയാണ് ബഷീർ ഖാനോട് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബഷീർ ഖാൻ ഒന്ന് വിളിക്കും എനിക്കറിയാം എന്തോ പിരിവാണെങ്കിൽ എന്തെങ്കിലും കൊടുത്തിട്ട് വരാ നോക്കിയേ വിഷ്ണു ഞാനറിയാതെ സുനി ഇവനൊക്കെ കണ്ട സുനിപ്പിനെ കണ്ട തന്നെ റോഡെല്ലാം കൊറേ ഇതേപോലെ ആൾക്കാരെ പറ്റിക്കാൻ നടക്കണ കൊറേ ഫ്രോഡുകള് അതൊന്നും കുഴപ്പമൊന്നുമില്ല മോനെ ബഷീറിനെ വിളിച്ചിരുന്നു അവനിടക്കിടക്ക് അഗതി മന്ദിരത്തിൽ വരാറുണ്ട് അപ്പം അത് അവനായിട്ടൊന്ന് നേരിട്ട് സംസാരിക്കണം അതിനു വേണ്ടി വന്നാണ് പിന്നെ ഞങ്ങൾ വീടുകൾ തോറും പിരിവെടുക്കുന്ന സമ്പ്രദായമൊന്നുമില്ല ആരെങ്കിലും മനസ്സറിഞ്ഞ് തന്നാൽ അത് സ്വീകരിക്കും അത്രേ ഉള്ളൂ എവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് ബഷീർ കരീംക ഇത് ബഷീർക്ക് മുമ്പ് താമസിച്ച വീടായിരുന്നു ഞങ്ങൾക്കത് വാടക നിൽക്കണം ബഷീർക്കട വീട് ഇത് ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞ് റൈറ്റ് തിരിയുമ്പോ ആദ്യം കാണുന്ന രണ്ടല്ല പേര് ഗേറ്റ് മുമ്പില് പേര് എഴുതിയിട്ടുണ്ട് ബഷീർ
നീ എന്തറിഞ്ഞിട്ടാണ് കരിയും കേക്കല അങ്ങനെ പറഞ്ഞത്? ഞാൻ ഇനിയിപ്പോ എന്ത് പറഞ്ഞു? പിരിവാരാണ് ഈ പൈസ കൊടുത്ത് ഒഴിവാക്കാൻ പറഞ്ഞു. അതിനിപ്പോ എന്താണ്? എടാ കരിയംക്ക് അങ്ങനത്തെ ആളല്ല, നിനക്കറിയാഞ്ഞിട്ടാണ്. എന്റെ പൊന്നറിയ അയാളെ കണ്ടാലറിയാ ആളൊരു ഫ്രോഡാണ്. എടി ഇങ്ങനത്തെ കുറെ ടീംസ് ഉണ്ട് ആൾക്കാരെ ഒന്ന് പൈസ അടിച്ച് മാറ്റാനായിട്ട് ഓരോ പരിപാടിയായിട്ട് ഇറങ്ങണേ. പൊന്നാടന്മാരെ ഇതൊക്കെ നിർത്ത് അളമ്പാക്കല്ലേ. എടാ സുനി, മിണ്ടാണ്ട് അവിടെ നിന്ന് അടിച്ചാൽ മതി. വിഷ്ണു, എന്തൊക്കെ തന്നെ ആയാലും നീ അയാളെ കുറിച്ച് അറിയാണ്ടൊന്നും പറയരുതായിരുന്നു. എന്തറിയാൻ അയാളെ കുറിച്ച് പറഞ്ഞാണ് നിനക്ക് ഇത്ര പൊള്ളിയത്? ഞാൻ ഇനിയും പറയും അയാൾ ഫ്രോഡാണ്, ഫ്രോഡാണ്, ഫ്രോഡാണ്. നിർത്ത. ആരോരില്ലാത്ത അച്ഛനമ്മമാരെ ഏറ്റെടുത്ത് സ്വന്തം അച്ഛനമ്മമാരെ പോലെ സംരക്ഷിക്കുന്ന അയാളേനോടാ നീ ഫ്രോഡാണെന്ന് പറഞ്ഞത്. എന്തോ ഓട്ടെ വെട്ടുകടാ, അവൻ അറിയാതല്ലേ പറഞ്ഞത്. നിനക്ക് 2000 രൂപ വെച്ച് ഡെയിലി ഞാൻ തരാം. അവരെനിക്ക് സംരക്ഷിക്കാൻ പറ്റും. അവർക്ക് ഭക്ഷണം, വസ്ത്രം, മരുന്ന്, മരിച്ച മറമാടണം. നിന്നെ കൊണ്ട് പറ്റൂ? ഒരു ദിവസമെങ്കിലും അവരോടൊപ്പം ചെലവഴിക്കാൻ എനിക്ക് പറ്റൂ. അതൊന്നും എന്നെ കൊണ്ടുവച്ചില്ല. അപ്പൊ കുറ്റം പറയാൻ വേണ്ടി നീ വാതുറക്കരുത്. അയാളുടെ വിലപ്പെട്ട സമയങ്ങളാണ്ട അയാൾ ആ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. അയാൾക്കുണ്ടട കുടുംബം, ഭാര്യ, മക്കള്, കുട്ടികള്. അവരൊക്കെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അയാള് ഇവരെ നോക്കണത്. ആ മനസ്സിന് കണ്ടില്ല നോക്കരുത്. ശരിയാണ്ടാ, നമ്മളെ കൂടെ പറ്റണില്ലല്ലോ, അയക്കാണ് സമ്മതിക്കണം. ഈ ഓണത്തിൽ നമ്മളെ അമ്മമാരൊക്കെ എത്ര സന്തോഷത്തോടെ ഇരിക്കും നമ്മളെ കാത്തിരിക്കണം. അവിടെയുള്ള അമ്മമാർക്കൊക്കെ ആരുണ്ടടാ? എന്ത് സോറിടാ, നമുക്ക് അമ്മമാരെ കാണാൻ പോവാടാ. നമുക്കൊന്നും വേണ്ട, നമുക്ക് അമ്മമാരെ കാണാൻ പോവാടാ. എന്താണ് നിസ്കരിച്ചപ്പോ പ്രാർത്ഥിച്ചത്? എന്റെ കരിമോനിക്ക് സ്വർഗം കടച്ചവനെ കൊടുക്കണം പഠിച്ചവനെ, ഇവിടെ ജീവിക്കാനും സമാധാനം കൊടുക്കണം പഠിച്ചവനെ. മാവേലി നാടുവാനിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ആമുദത്തോടെ വസിക്കും കാലം ആപത്തങ്ങൾക്കു മുട്ടില്ല താനും. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. കിരിയുങ്ക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ഇറങ്ങിത്തിരിക്കാനുള്ളൊരു കാരണം എന്താണ്? ഞാൻ നിങ്ങളെപ്പോലൊക്കെ തന്നെ ഇത് വിട്ട് അടിച്ചു പൊളിച്ചൊക്കെ നടന്നിരുന്ന ഒരാളാണ്. പക്ഷേ നിങ്ങൾ ഉമ്മാനെ സ്നേഹിക്കണ പോലെ ഞാനും ഭയങ്കരമായിട്ട് എൻ്റെ ഉമ്മാനെ സ്നേഹിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഉമ്മക്ക് പെട്ടെന്ന് ശരീരത്തിന് അസ്വസ്ഥതയൊക്കെ തോന്നി. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ, കരികുളം ഹോസ്പിറ്റലിൽ, അവിടെ സിദ്ദിഖ് ഡോക്ടറും സഹീർ ഡോക്ടറാണ്, അവിടെ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞ് ഉമ്മാനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊണ്ടുവരണം, അതുവരെ ഉമ്മയുടെ കാല് നിലത്തൂത്തിക്കായിരുന്നു. അങ്ങനെ ഉമ്മാനെ ഞാൻ പൊക്കി പിടിച്ച് താങ്ങി പിടിച്ച് വീട്ടിലെത്തിച്ച്. അപ്പം എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഉമ്മാനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും ഡോക്ടറെ കാണിക്കാനായിട്ട്. ആ സമയത്ത്
ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഉമ്മാനെ തോളിലേറ്റിയിട്ട് ഇങ്ങനെ നടന്ന് വരികയാണ്. അപ്പോൾ എനിക്ക് ഉമ്മയുടെ ഭാരം ഇങ്ങനെ താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ താങ്ങി പിടിച്ച് ഉമ്മാനെ കൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു സൈക്കിളുകാരൻ, ഞാൻ അറിയുന്ന ഒരു ഇക്കാണ്. ആ ഇക്കാനോട് പറഞ്ഞു, ഇക്ക ആ സൈക്കിളൊന്ന് തരുമോ, എൻ്റെ ഉമ്മാനൊന്ന് ആസ്പത്രിക്ക് കൊണ്ടുപോകണം. അപ്പോൾ അദ്ദേഹം അപ്പം തന്നെ എന്നോട് മറുപടി പറയുന്നത്, അതെനിക്ക് തരാൻ കഴിയില്ല. അത് കേട്ടപാടെ എനിക്ക് ഭയങ്കര സങ്കടമായി. അത് കേട്ട് ഉമ്മാക്കും ഭയങ്കര സങ്കടമായി. ഒരാൾക്കും ഉപകാരം ചെയ്യാത്തൊരു മനുഷ്യൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ ഭയങ്കര വിഷമമായി. ഞാൻ എൻ്റെ ഉമ്മാനെ താങ്ങി പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പണ്ട് ഉമ്മനായിട്ട് ഇങ്ങനെ വർത്താനം പറയാണ് ഓരോ കാര്യങ്ങൾ. അങ്ങനെ ഉമ്മ ഞാനിങ്ങനെ പൊക്കി വലിക്കണത് ഉമ്മക്ക് ഭയങ്കര അസഹ്യമായിട്ട് തോന്നിയിട്ടുണ്ടാവും. എൻ്റെ ഉമ്മ കാലുകുത്തി. അതോടെ എന്നായിട്ട് സംസാരിച്ചിരുന്നു ഉമ്മയുടെ സംസാരം നിലച്ച് ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി എൻ്റെ ഉമ്മ യാത്രയായി. നിങ്ങൾ വിഷമിക്കാനോ സങ്കടപ്പെടുത്താനോ വേണ്ടി പറഞ്ഞതല്ല. ഈ നെഞ്ചുവേദനയും ഹൃദയം പൊട്ടുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് തമാശയാണ്. പക്ഷേ നമ്മളെ ഹൃദയവേദന നമുക്കെല്ലാം അറിയും. ഞാനും ഉമ്മടുത്ത് ആയ സ്നേഹം എനിക്കിപ്പോൾ ഒരുപാട് ഉമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്, പെങ്ങന്മാരുണ്ട്. ഞാൻ മരിക്കണവരെ എൻ്റെ ശരീരത്തിന് ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകും.